മതപരമോ രാഷ്ട്രീയപരമോ ആയ ഒന്നല്ല. ഇത് മനുഷ്യന്റെ അന്തസ്സിന്റെയും തുല്യതയുടെയും ഓരോ വ്യക്തിക്കും അവരവരുടേതായ സ്വസ്ഥം അംഗീകരിക്കപ്പെടാനുള്ള അവകാശത്തിന്റെയും ചോദ്യമാണ്. മനുഷ്യ ചരിത്രത്തിൽ ലൈംഗിക വ്യതിചലനങ്ങൾ പുതിയതൊന്നുമല്ല. പരിശുദ്ധ ഖുർആൻ നമ്മോട് ലൂത്ത് നബിയുടെ സമുദായത്തിന്റെ കഥ പറയുന്നുണ്ട്. ഇന്നകും ലതഅതൂനൽ ഫാഹിഷതു മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ. ലോകത്ത് ആരും മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഭീകരമായ അച്ചടക്ക ലംഘനം നിങ്ങൾ ചെയ്യുന്നുവല്ലോ. ലൂത്ത് സമുദായം സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാരോടാണ് അടുപ്പം കാണിച്ചിരുന്നത്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ലൂത്ത് ജനങ്ങളുടെ പ്രവർത്തികൾ ഭൂമിയിൽ ഏറ്റവും നാശകരമായ പ്രവർത്തികളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരുടെ പട്ടണത്തെ തലകീഴായി മറിച്ചിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഈ ചരിത്രം വെറും ഒരു കഥയല്ല, സമൂഹത്തെയും കുടുംബ സംഘടനയെയും വികലിപ്പിക്കുന്ന പ്രവണതയുടെ അപകടം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയ പാഠമാണ്. 20-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഗേ റൈറ്റ്സ് മൂവ്മെന്റ് ആരംഭിച്ചത് ഇന്ന് LGBTQ ആക്ടിവിസം എന്ന പേരിൽ ലോകമെമ്പാടും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തെ സെക്ഷൻ 377 പോലുള്ള കറുത്ത നിയമങ്ങൾക്കെതിരെയായിരുന്നു പ്രധാനമായും പോരാട്ടം നടന്നിരുന്നത്. 2009 ഡൽഹി ഹൈക്കോടതിയുടെ ചരിത്രപരമായ ഇടപെടലിലൂടെ ഈ നിയമം ആദ്യമായി റദ്ദാക്കപ്പെട്ടു. എങ്കിലും സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ 2013 ഈ നിയമം വീണ്ടും ക്രിമിനൽ കുറ്റമായി മാറി. എന്നാൽ 2018 നവതേജ് സിംഗ് ജോഹർ കേസിലെ വിധി സ്വവർഗ ലൈംഗികതയെ കുറ്റകരമല്ലാതാക്കി. മനുഷ്യനെ പലതരത്തിലുള്ള സർജറികൾക്ക് വിധേയമാക്കി നിത്യരോഗികളാക്കി മാറ്റുന്നു. ആരോഗ്യത്തോടെ ജീവിക്കുന്ന പുരുഷന്മാർ സ്ത്രീയായി മാറാൻ വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു. ജീവിതകാലം മുഴുവനും ഹോർമോൺ ചികിത്സയും മറ്റു അനുബന്ധ ചികിത്സകളും നടത്താൻ വേണ്ടി നിൽക്കുന്നു. ഇതാണ് ഇന്നത്തെ സമൂഹത്തിൽ നാം കണ്ടുവരുന്നത്. ഇസ്ലാം ഒരിക്കലും ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മനുഷ്യനായി ജീവിക്കണമെന്ന് മതം നിഷ്കർഷിക്കുന്നു. ആരോഗ്യത്തോടെ ജീവിക്കുന്ന പുരുഷന്മാർ അതേ രൂപത്തിൽ തന്നെ തുടരണമെന്ന് പറയുന്നു. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാം ഒരിക്കലും ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മനുഷ്യനായി ജീവിക്കണമെന്ന് മതം നിഷ്കർഷിക്കുന്നു. ആണുങ്ങളായും പെണ്ണുങ്ങളായുമാണ് മനുഷ്യരെ പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുരുഷൻ സ്ത്രീയുടെ വേഷമോ സ്ത്രീ പുരുഷന്റെ വേഷമോ പിന്തുടരാൻ പാടില്ലെന്ന് മതം നിഷ്കർഷിക്കുന്നുണ്ട്. ഇവിടെ ക്യാപിറ്റലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധ്യതയാണ് ഇല്ലാതാവുന്നത്. നിയമപാഠങ്ങളിലും സിനിമകളിലും വിദ്യാഭ്യാസത്തിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം സാധാരണ അവകാശത്തിന്റെ പേരിൽ ഈ പ്രവൃത്തിയെ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും.